ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തൂപ്പും കഴിഞ്ഞ് 2-3 നീലക്കാന്താരിയൊക്കെ പറിച്ചെടുത്തിട്ട് അടുക്കളയിലേക്ക് കയറാം. ഇച്ചിരി കട്ടനിടാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പം തേയിലയും പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്ന് ചൂടാറ്റി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുക. രാവിലത്തേക്ക് ചമ്മന്തിയും ഇഡ്ഡലിയുമാണ് ഉണ്ടാക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോഴത്തേക്ക് തട്ട് വെച്ച് അതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കും. ഇഡ്ഡലി മാവ് രാത്രി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കെല്ലാം മാവെല്ലാം നല്ല റെഡിയായിട്ടിരിപ്പുണ്ട്. ഇഡ്ഡലി തട്ടിൽ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് മാവ് കുറേശ്ശെ കോരി ഓരോ തട്ടിലായിട്ട് കുഴിയിലായിട്ട് ഒഴിച്ച് കൊടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ, കമൻ്റ് ഇടാനും. ആദ്യം 2 തട്ടിലുള്ള മാവ് ഒഴിച്ച് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ചമ്മന്തി റെഡിയാക്കാം. ഇനി ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അരച്ച് വച്ചിരിക്കുന്ന ചമ്മന്തി ഒഴിച്ച് കൊടുക്കുക. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയുമാണ് അരച്ചത്. ഗാർലിക് ചമ്മന്തിയാണ് ഇന്നത്തേത്. ഈ ചമ്മന്തി ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് ചൂട് കയറി വരട്ടെ. തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ ചമ്മന്തിയുടെ കൊഴുപ്പും നഷ്ടപ്പെട്ടു പോകും, രുചിയും നഷ്ടപ്പെട്ടു പോകും. ചമ്മന്തി ഏകദേശം എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് ഇഡ്ഡലി ആദ്യം ഒഴിച്ചത് വെന്ത് കിട്ടി. അത് രണ്ടും എടുത്ത് മാറ്റിയിട്ട് അടുത്ത 2 തട്ടിലുമായിട്ട് വീണ്ടും കോരി ഒഴിക്കും. അപ്പോൾ ആദ്യം എടുത്ത ഇഡ്ഡലി കുറച്ചൊന്ന് ചൂട് പോയിട്ടുണ്ട്. ഇനി അത് ഓരോന്ന് ഇളക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഗാർലിക് ചട്നിയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.